പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിപ്പം ഗായത്രി മന്ത്രം, നമ്മൾ ഏതൊരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയും നമ്മൾ ഗായത്രി മന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് അറിയത്തില്ലാത്തവരൊന്നും കാണുകയില്ല. നമ്മളെ കുട്ടികൾ ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന, നമ്മൾ ചെറിയ കാലം മുതലേ കുട്ടികളെ ഗായത്രി മന്ത്രം പരിശീലിപ്പിക്കാൻ, അതായത് ചൊല്ലാൻ ശീലിപ്പിക്കുക എന്ന് ഒരു പരമപ്രധാനമായ കാര്യമാണ്. എന്താണ് ഗായത്രി മന്ത്രമെന്നൊന്നും കുട്ടികൾ ചിലപ്പോൾ പറഞ്ഞാൽ അറിയില്ലായിരിക്കാം. ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ അത്ര പവർഫുള്ളും പോസിറ്റീവ് എനർജി നമ്മൾ നിറയ്ക്കുന്നതുമാണ്. അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ സൂര്യഭഗവാനോട് ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ദിവ്യത്വം, ആ ഒരു പോസിറ്റിവിറ്റി, അത് ഈ സകല സ്ഥലങ്ങളിലും വ്യാപിക്കട്ടെ എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മുടെ പ്രകാശപൂരിതമായ ആ ഒരു ചൈതന്യം നിങ്ങളിലും എന്നിലും എല്ലാവരിലും നിഴലിക്കട്ടെ എന്നാണ് ആ ഗായത്രി മന്ത്രത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. നമ്മൾ രാവിലെ സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. രാത്രി ഉറങ്ങിയതിന് ശേഷം, അതായത് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ഗായത്രി മന്ത്രം ജപിക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണ്. അതായത് ഒരു 2 വരി ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചേരാം. ഗായത്രി മന്ത്രം അറിയത്തില്ലാത്ത കുട്ടികൾ: ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതാണ് ഈ മന്ത്രം. ഇത് 108 പ്രാവശ്യമൊക്കെ എല്ലാവരും ജപിക്കുന്നത് കാണാം. ഗായത്രി മന്ത്രം നമ്മൾ ശരിക്കും ശീലിച്ചു തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ അക്ഷരജ്ഞാനങ്ങളും അക്ഷരസ്ഫുടകം, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ സരസ്വതീ ദേവിയുടെ ആ മഹത്തായ വിളയാട്ടം നമ്മുടെ നാവിൻ തുമ്പത്ത് കാണുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പവർഫുള്ളായ മന്ത്രമാണ് ഗായത്രി മന്ത്രം. പല ഗായത്രികളുണ്ട്. ഗണേശ ഗായത്രി, വിഷ്ണു ഗായത്രി, അങ്ങനെ പലതരത്തിലുള്ള ഗായത്രി മന്ത്രങ്ങളുണ്ട്. നമ്മളിപ്പം ഈ അടുത്ത കാലത്ത് നമ്മൾ വിവാദമായൊരു കാര്യമാണ്, ഒരു ജസ്റ്റിസ് പരിപൂർണൻ കേസിൽപ്പെട്ട പരിപൂർണൻ കേസ് വാദിച്ച സമയത്ത് ഒരു തന്ത്രിയോട് ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പോലും പറയാൻ പറ്റാതെ വന്നാണ്. എന്താണ് ഗായത്രി മന്ത്രമെന്നും അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കി പഠിച്ച് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ആദ്യം